ദുരിതപ്പെയ്ത്താണ്, പെരുമഴ പെയ്ത്താണ്, നാടാകെ തണുത്തുവിറക്കുകയാണ്. പക്ഷേ നിലമ്പൂരിൽ കനത്ത ചൂടാണ്, തെരഞ്ഞെടുപ്പ് ചൂട്. മാറി മറയുന്ന ഫലം പോലെ അൻവറിന്റെ നിലപാടുകളും മുന്നണികളുടെ ചുവടും ഒക്കെ ആ ചൂടേറ്റുന്നുണ്ട്. ആര് പിടിക്കും നിലമ്പൂർ എന്ന് പ്രവചിക്കാൻ പോലും ഇനിയും സമയമെടുക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ട്വിസ്റ്റ് ഇനിയും ഉണ്ടാകുമെന്നും സൂചന. എന്തായാലും അന്തിമ തീരുമാനം അത് വോട്ടർമാരുടേതാണ്. നമുക്ക് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ വോട്ടർമാരുടെ ആണല്ലോ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. അവരുടെ കണക്കുകൾ എങ്ങനെയാണ് ഇത്തവണ നിലമ്പൂർ ഒരു ഉപതെരഞ്ഞെടുപ്പിനായി ഒരുങ്ങുമ്പോൾ അവിടുത്തെ ആ കണക്കുകൾ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. നിലമ്പൂരിൽ നോക്കൂ, 17ാമത് തെരഞ്ഞെടുപ്പാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നടക്കുന്നത്. അവിടുത്തെ വോട്ടർമാരുടെ എണ്ണമാണ് സ്ക്രീനിൽ കാണുന്നത്. 2,32,843 പേർ. ഇത്രയും പേരാണ് അവിടെ ഇത്തവണ വോട്ട് ചെയ്യാൻ പോകുന്ന ആകെ വോട്ടർമാർ. അതിൽ സ്ത്രീകൾ 1,18,889 സ്ത്രീകളുണ്ട്. പുരുഷന്മാർ 1,13,486 പുരുഷന്മാരുമാണുള്ളത്. അതായത് സ്ത്രീ വോട്ടർമാരുടെ എണ്ണം തന്നെയാണ് നിലമ്പൂരിലും കൂടുതൽ. ഇനി ട്രാൻസ്ജെൻഡേഴ്സ് ആകെ 9 പേരാണ് അവിടെ ഇത്തവണ നിലമ്പൂരിൽ വോട്ട് രേഖപ്പെടുത്തുക. 374 പ്രവാസി വോട്ടർമാരും ഇത്തവണത്തെ നിലമ്പൂരിലെ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഇതാണ് നിലമ്പൂരിലെ നിലവിലെ വോട്ടർമാരുടെ കണക്കെന്ന് പറയുന്നത്. അവിടെ പോളിംഗ് സ്റ്റേഷനുകളും മറ്റ് എല്ലാ വിധത്തിലുള്ള സംവിധാനങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിലമ്പൂരിൽ ഇനി നമുക്ക് അറിയേണ്ടത് ഈ വോട്ടർമാരുടെയൊക്കെ വോട്ട് ആർക്ക് രേഖപ്പെടുത്തുമെന്നുള്ള കാര്യമാണ്. നമുക്കിപ്പോൾ ഇപ്പോൾ രാഹുൽ KV കൂടി നിലമ്പൂരിൽ നിന്നും തത്സമയം ചേരുകയാണ്. രാഹുൽ, നിലമ്പൂരാണ് നാടാകെയും ചർച്ച. നിലമ്പൂരിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ഉറ്റുനോക്കുകയാണ്. പലതരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങളും ഒക്കെ വരികയും ചെയ്യുന്നു. ഏറ്റവും ഒടുവിൽ വന്ന പ്രതികരണം അത് സതീശന്റേതാണ്. തീരുമാനം എന്താണെങ്കിലും അൻവറിന് ആദ്യം തീരുമാനം പറയാം, അതിനുശേഷം UDFന്റെ നിലപാടെന്നുള്ളതാണ് പറയുന്നത്. ഒരു തരത്തിൽ കൈയൊഴിഞ്ഞുകൊണ്ട് തന്നെയാണ് സതീശൻ സംസാരിക്കുകയും ചെയ്യുന്നത്. അൻവറിന്റെ റോൾ അവിടെ ഏത് തരത്തിലെത്തുന്നു? എന്താകുന്നു നിലമ്പൂരിലെ തീരുമാനങ്ങൾ? പക്ഷേ നാടെങ്ങും നല്ല മഴയാണ്, തണുത്ത അന്തരീക്ഷമാണ്. പക്ഷെ നിലമ്പൂരിൽ മാത്രം ചൂടേറി വരികയാണ്. രാഷ്ട്രീയ ചർച്ചകൾ വളരെ സജീവമായി വരുന്നു എന്നുള്ള പ്രത്യേകതയാണ്. PV അൻവറിൻ്റെ കാര്യം തന്നെയാണ്. ഇന്നലെ ഉണ്ടായ പോലെയല്ല ഇന്ന്. മിനിഞ്ഞാന്ന് അങ്ങനെ ആയിരുന്നില്ല, അതിന് മുൻപത്തെ ദിവസം അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളതാണ്. ട്വിസ്റ്റോട് ട്വിസ്റ്റാണ് അൻവറിൻ്റെ കാര്യത്തിൽ, തൃണമൂൽ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ UDF PV അൻവറിനെ കൈവിട്ടിരിക്കുകയാണ്. അൻവറിൻ്റെ രീതി, ശൈലി വേണമെങ്കിൽ UDFനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ, സഹകരിക്കുന്ന രീതിയിൽ വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉപാധികളില്ലാതെ, സമ്മർദ്ദമില്ലാതെ വന്നു കഴിഞ്ഞാൽ, വിലപേശലില്ലാതെ വന്നു കഴിഞ്ഞാൽ UDFുമായി സഹകരിക്കാൻ തയ്യാറാണ്. അല്ലെങ്കിൽ PV അൻവർ വേണ്ട, തൃണമൂൽ കോൺഗ്രസ് വേണ്ട, അവരുടെ പിന്തുണ വേണ്ട എന്ന കർക്കശമായ നിലപാടിലേക്ക് UDF പോയിരിക്കുകയാണ്. ഇന്നലെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം, ആര്യാടൻ ഷൗക്കത്തിൻ്റെ പ്രഖ്യാപനത്തിന് ശേഷം PV അൻവർ നടത്തിയ പരസ്യ പ്രതികരണങ്ങളൊക്കെ, UDFിനെതിരെ, ആര്യാടൻ ഷൗക്കത്തിനെതിരെ പ്രത്യേകിച്ചും നടത്തിയ പ്രതികരണങ്ങളൊക്കെ വലിയ രീതിയിൽ തന്നെ UDF, പ്രത്യേകിച്ച് കോൺഗ്രസ് ചർച്ച ചെയ്തു. അതിനുശേഷം തന്നെയാണ് ഈ വിധത്തിലുള്ള കർശനമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അൻവറിനെ UDFുമായി സഹകരിപ്പിക്കാമെന്ന് നേരത്തെ തന്നെ ഉണ്ടാക്കിയ ധാരണയാണ്. അതായത് UDFിൻ്റെ ഘടകകക്ഷിയാക്കുകയല്ല, UDFുമായി സഹകരിക്കുന്നൊരു പാർട്ടിയായി തൃണമൂൽ കോൺഗ്രസിനെ പരിഗണിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകാം എന്ന ധാരണ. ഒപ്പം തദ്ദേശ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്, നിയമസഭാ തിരഞ്ഞെടുപ്പും വരാൻ പോവുകയാണ്. ആ സമയങ്ങളിലൊക്കെ അർഹമായ പരിഗണന ആ പാർട്ടിയിലുള്ളവർക്ക്, അൻവറിനടക്കം ഉണ്ടാകും, അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടി നൽകും എന്നൊരു ധാരണ നേരത്തെ ഉണ്ടായതാണ്. പക്ഷേ അതൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് PV അൻവർ പിന്നീട് പരസ്യമായ നിലപാട് സ്വീകരിച്ചതൊക്കെയും. അതിനുശേഷം അദ്ദേഹം വിലപേശൽ രാഷ്ട്രീയം തന്നെയാണ് തീർച്ചയായും നടത്തിയിരുന്നത്. അതായത് 2 ദിവസം UDFിന് മുൻപിൽ സമയമായി വയ്ക്കുകയാണ്. ഇന്ന് രാവിലെ PV അൻവറിൻ്റെ വസതിയിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ചേർന്നിരുന്നു. അതിനുശേഷം നേതാക്കൾ നടത്തിയ പ്രതികരണം 2 ദിവസത്തെ സമയം UDFിന് അങ്ങോട്ടേക്ക് നൽകിയാണ്. ഈ 2 ദിവസത്തിനകം അനുകൂല തീരുമാനം, അതായത് UDFിൻ്റെ ഘടകകക്ഷിയാക്കാം എന്ന് നേരത്തെ നൽകിയ ഉറപ്പ് എന്നതാണ്. പക്ഷേ UDF നൽകിയ ഉറപ്പ് ഘടകകക്ഷിയാക്കാമെന്നല്ല, സഹകരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഘടകകക്ഷിയാക്കുമെന്നുള്ളൊരു ഉറപ്പ്, തീരുമാനം 2 ദിവസത്തിനകം അറിയിക്കണം. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വഴിക്ക് PV അൻവറിനെ സ്ഥാനാർത്ഥിയാക്കി UDF സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തനവുമായി മുന്നോട്ട് പോകും എന്നുള്ളൊരു കാര്യമാണ്, പ്രതികരണമാണ് നടത്തിയത്. അതുതന്നെയും സമ്മർദ്ദ രാഷ്ട്രീയം തന്നെയാണ്, സമ്മർദ്ദ തന്ത്രം എന്നതാണ്. പക്ഷേ അതിന് മുൻപിൽ വഴങ്ങേണ്ടതില്ല എന്ന് പൂർണ്ണമായും കോൺഗ്രസ് തീരുമാനിച്ചു, UDF തീരുമാനിച്ചു. അങ്ങനെയാണിപ്പോൾ PV അൻവറിൻ്റെ വഴിക്ക് പോകാം, വേണമെങ്കിൽ നമ്മളുമായി സഹകരിച്ചാൽ തിരിച്ച് സഹകരിപ്പിക്കുന്ന രീതിയിൽ തന്നെ മറുപടി എന്താണ്, അല്ലെങ്കിൽ ആ നിലപാടിൽ എന്താകും അൻവറിന്റെ തീരുമാനം എന്നുള്ളതാണ്. ശരി, രാഹുൽ KV ആണ് നിലമ്പൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകുന്നത്.